ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എൻ വാസുവിനെ വീണ്ടും SITയുടെ നോട്ടീസ്. ചോദ്യം ചെയ്യലിന് ഉടൻ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. കസ്റ്റഡിയിലുള്ള ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പവും വെവ്വേറെയും ഇരുത്തിയുമായിരിക്കും ചോദ്യം ചെയ്യൽ. പത്മകുമാറിനും ഉടൻ നോട്ടീസ് അയക്കും. അതേസമയം SIT കസ്റ്റഡിയിലുള്ള 3 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. മണ്ഡലകാലം തുടങ്ങും മുൻപ് പ്രതികളെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദിസ്ന സുരേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ദിസ്ന, ഈ 3 പ്രതികളെയും സന്നിധാനത്തേക്ക് വരും ദിവസം തന്നെ എത്തിക്കുമെന്നാണോ ഈ SIT ഇപ്പോൾ വ്യക്തമാക്കുന്നത്? കാരണം ഇനി 8 ദിവസങ്ങൾ മാത്രമാണ് മണ്ഡലകാലം ആരംഭിക്കാനുള്ളത്. അപ്പോൾ അതിന് മുന്നോടിയായി ഈ പ്രതികളുമായുള്ള സന്നിധാനത്തേക്കുള്ള യാത്ര SIT നടത്തുമോ? ഒപ്പം ഈ വാസുവിന് വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ടല്ലോ, ഇതിലെപ്പോൾ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് ഈ നോട്ടീസിലുള്ളത്? ദിസ്ന, തന്നെ വാസുവിനോട് ഹാജരാകാനുള്ള ഒരു കർശന നിർദ്ദേശം തന്നെയാണ് SIT കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു തവണ ചോദ്യം ചെയ്യുന്ന വിളിപ്പിച്ചതാണ്. അടുത്ത തവണയും ഇത്തരത്തിൽ കൃത്യമായി ചോദ്യം ചെയ്യുന്ന എത്തണം എന്നൊരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പത്മകുമാറിനും ഉടനടി നോട്ടീസ് നൽകും എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിട്ടും ഹാജരാവാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും മണ്ഡലകാലം കഴിയുന്നതിന് മുൻപ് തന്നെ ഈ പ്രതികളെ ഒക്കെ ചേർത്തുകൊണ്ട് തെളിവെടുപ്പ് നടത്താൻ ഒരുങ്ങുകയാണ് SIT സംഘം. അതോടൊപ്പം ഈ മൂവരെയും ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ, കഴിഞ്ഞ തവണ നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളൊക്കെ തന്നെയും മാറി കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് SIT സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. ഗൗതം, എൻ വാസുവിന് വീണ്ടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നേരത്തെ എൻ വാസുവിനെ ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ്, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുമായ വാസുവിന് SIT നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിരുന്ന പത്മകുമാറിനും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉടൻ തന്നെ നോട്ടീസ് അയക്കുമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദിസ്നയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.